ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചെർക്കള മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെ ചെർക്കള ടൗണിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക്, ഒരു വശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തുള്ള തൂണുകളുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നമ്മളെ ചെർക്കള ടൗണിൽ നിന്നും ഈ ഫ്ലൈ ഓവറിലേക്കുള്ള ഒരു ആക്സസിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെർക്കള ടൗൺ കഴിഞ്ഞുള്ള ഭാഗത്ത് താഴെയായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡ് വളരെ മോശമാണ്. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും നടന്നിട്ടില്ല. കൂടാതെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. നടപ്പാതയുടെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇരുവശത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആക്സസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അതിൽ കൂടി ആളുകൾക്ക് മാത്രമേ കടന്നു പോകാൻ സൗകര്യമായ രീതിയിലാണ് ഇവർ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇവിടെ മുതൽ ടാറിംഗ് പ്രവൃത്തികൾ നമ്മുടെ വിദ്യാനഗർ BC റോഡ് വരെ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ULCCയുടെ റീച്ച് സ്റ്റാർട്ടാവുന്ന ഇടം ഇവിടെ നിന്നാണ്. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ നിന്നൊരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങൾ നിലവിൽ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ 3 വരി പാത കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇരുവശത്തോട്ടും സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ പോകുകയാണ്. നമ്മുടെ ചെർക്കള ഭാഗത്തോട്ട് സർവീസ് റോഡിലാണ് നിലവിലിപ്പോൾ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നടപ്പാതയുടെ നിർമ്മാണം വലതുഭാഗത്തായിട്ട് നടക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് ഇനിയും നടപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ അധികം നമ്മുടെ പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ ഒരു ലൈക്കോട് കൂടി കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ഇന്ദിരാനഗർ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫൈനൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ്. ഇനി ലൈൻ മാർക്കിംഗ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ തലപ്പാടി മുതൽ നമ്മുടെ ഒസങ്കാടി വരെയുള്ള ഭാഗത്ത് 3 വരി പാതയിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിറ്റിസൺ നഗറിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ. നമ്മുടെ സന്തോഷ് നഗർ വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുവശത്തോട്ടും 6 വരി പാത മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ്. അപ്പോൾ മെയ് മാസത്തോടു കൂടി നമ്മുടെ ആദ്യത്തെ റീച്ച് തുറന്നു കൊടുക്കാനുള്ള പ്ലാനിലാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ വർക്കും നിലവിൽ ഫാസ്റ്റായി തന്നെയാണ് ULCC നടത്തിക്കൊണ്ടു പോകുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടം. ഉള്ളിപ്പാടി ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവർ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവർ അവിടെ വർക്ക് നടക്കുമ്പോൾ സമരക്കാർ പോവുകയും വർക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രതിഷേധിച്ചവരെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ 4-ാം മൈൽ ഭാഗത്തെത്തിയിട്ടുണ്ട്. 4-ാം മൈൽ അണ്ടർ പാസേജ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ്. അപ്പോൾ ഈ 6 വരി പാത നല്ല ഉയരത്തിലാണ് ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ. 4-ാം മൈൽ കഴിഞ്ഞ് നമ്മൾ സന്തോഷ് നഗർ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വലതുഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ ചെർക്കള മുതൽ BC റോഡ് അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ 6 വരി പാത മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. നായ്മാറ മൂല അണ്ടർ പാസേജിന് മുകളിലായിട്ട് ഇനി കുറച്ച് ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിദ്യാനഗർ അപ്രോച്ച് റോഡിൻ്റെ വിദ്യാനഗർ വരുന്ന അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിടിച്ച് ഉയർത്തേണ്ട വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞാൽ മുഴുവനായിട്ടും നമ്മുടെ നുള്ളിപ്പാടി വരെ റോഡ് തുറന്നു കൊടുക്കുന്നതായിരിക്കും. നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് നിലവിൽ പോസിബിൾ അല്ല. എന്തായാലും ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ രാത്രി പകലൊക്കെ ആയിട്ട് വർക്കുകൾ നല്ല ഫാസ്റ്റായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്തിക്കൊണ്ട് പോവുകയാണ് ULCC. നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്ത് ഫൈനൽ ടാറിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്.
BC റോഡ് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ അവസാന ടാറിംഗ് നടത്താൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ BC റോഡ് അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. BC റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജ് വരെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ട വർക്കാണ് നടക്കുന്നത് കേട്ടോ. RE പാനലിൽ വെച്ച് അവസാന RE പാനൽ ഉയർത്തിയിട്ട് ആ ലെവലിലേക്ക് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല താഴ്ചയിലാണ് ഇവിടെ സർവീസ് റോഡ് ഇരുവശത്തോട്ടും വരുന്നത്. നല്ല ഉയരത്തിലാണ് ഈ 6 വരിപ്പാത വരുന്നത്. പലർക്കും തോന്നിയേക്കാവുന്ന സംശയമാണ് നമ്മളെ വിദ്യാനഗർ മുതൽ BC റോഡ് വരെ ഫ്ലൈ ഓവർ കൊടുക്കണമായിരുന്നു എന്ന്. കാരണം ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം നമ്മുടെ ജില്ലാ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് ഈ വിദ്യാനഗർ BC റോഡ് ഭാഗത്ത്. സിവിൽ സ്റ്റേഷൻ, കോടതി, കളക്ട്രേറ്റ്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏരിയ കൂടിയാണ് നമ്മളെ ഈ BC റോഡ് മുതൽ വിദ്യാനഗർ ഭാഗങ്ങൾ. വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് അവസാന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കാൻ തയ്യാറെടുപ്പിലുള്ള വർക്കുകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അണ്ടർ പാസേജും ഈ അപ്രോച്ച് റോഡും ജോയിൻറ്റിങ് ചെയ്യുന്ന കമ്പി കെട്ടിയിട്ടുള്ള വർക്കാണ് നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അണ്ടർ പാസേജ് കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഫൈനൽ ടാറിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാനഗർ കഴിഞ്ഞ് നുള്ളിപ്പാടി വരെ ഇപ്പോൾ ഏകദേശം ഫൈനൽ ടാറിങ് അവസാന ഘട്ടത്തിലാണ്. നേരത്തെ ഈ ഭാഗത്ത് വാഹനങ്ങൾക്കായി കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ സർവീസ് റോഡ് കൂടിയാണ് ഇരുവശത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്. ഈ വർക്ക് നടക്കുന്നതിനാൽ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നുള്ളിപ്പാടി ഭാഗത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നുള്ളിപ്പാടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ അതിവേഗമാണ് മണ്ണടിച്ചു ഉയർത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവർ മെയ് മാസത്തോടു കൂടി തുറന്നു കൊടുക്കാനുള്ള പ്ലാനിലാണ് ഈ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ജോയിൻറ്റിങ് വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ടായിട്ടോ. വാഹനങ്ങൾ ഇരുവശത്തോട് കടക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലിവിടെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിരുന്നു അണ്ടർ പാസേജ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരങ്ങൾ നടത്തിയത് നാട്ടുകാർ. എന്തായാലും സമരം കുറേ വൈകിപ്പോയി. മുമ്പേ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ അണ്ടർ പാസേജ് അനുവദിച്ചു കൊടുക്കുമായിരുന്നു. നിലവിലിപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ പാലങ്ങൾ തമ്മിലുള്ള ജോയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്ക് നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തുനിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. കൂടാതെ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കറന്തക്കാട് ഭാഗം മുതൽ നമ്മൾ ഈ കാസർഗോഡ് നുള്ളിപ്പാടി ഭാഗം വരെ നിലവിലിപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചെർക്കള മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.